തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് കൊടൈക്കനാൽ. ഇന്ത്യക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും നിരവധി ആളുകളാണ് ഓരോ ദിവസവും കൊടൈക്കനാൽ സന്ദർശിക്കുന്നത്. അവിടെ എത്തുന്ന എല്ലാവരും തന്നെ ആദ്യം പോകുന്നത് കമലഹാസന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗുണ ചിത്രീകരിച്ച ഗുണ കേവിലേക്കായിരിക്കും. വിനോദസഞ്ചാരികൾക്ക് ഗുണ കേവ് ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണ്. എന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് ഗുണ കേവ് ഒരു പേടി സ്വപ്നമാണ്. അവരുടെ പൂർവികന്മാർ പറയും പോലെ സാത്താനിൽ സമയലാറ അഥവാ ഡെവിൾസ് കിച്ചൺ. ഗുണ കേവിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രം തന്നെയുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സമയം ബ്രിട്ടീഷ് ഓഫീസറായ BS വാർഡാണ് ഈ ഗുഹയെ ആദ്യമായി കണ്ടെത്തിയതെന്നാണ് രേഖകളിൽ പറയുന്നത്. എന്നാൽ ഐതിഹ്യമനുസരിച്ച് ഈ ഗുഹകളാണ് പാണ്ഡവർ പാകം ചെയ്തിരുന്ന സ്ഥലമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നതും. അങ്ങനെയാണ് അടുക്കള എന്ന പേര് ലഭിച്ചത്. ഈ പാറക്കെട്ടുകൾക്കിടയിൽ വവ്വാലുകളുടെ സാന്നിധ്യം ഏറെയാണ്. വവ്വാലുകൾ വസിക്കുന്നിടത്ത് പൈശാചിക സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവർ ആ സ്ഥലത്തെ പിശാചിന്റെ അടുക്കള എന്ന് വിളിച്ചു. കാട് മൂടിക്കിടന്ന ആ ഇടത്തേക്ക് ഒറ്റയ്ക്കെന്നല്ല കൂട്ടായി പോകുവാൻ പോലും ആ നാട്ടുകാർ ഭയന്നിരുന്നു. അവിടെ ജനിച്ചു വളർന്നവർ പോലും അത്രമേൽ ഗുണാക്കേവിൽ പോകാൻ ഭയന്നിരുന്നുവെങ്കിൽ ഇന്നും ആരും അറിയാത്ത എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന നിഗൂഢതകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2230 മീറ്റർ ഉയരത്തിൽ ഷോളമരങ്ങളാലും പുല്ലുകളാലും ചുറ്റപ്പെട്ട ഈ ഗുഹകൾ 3 കൂറ്റൻ പാറകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1821 ബ്രിട്ടീഷ് ഓഫീസറായ BS വാർഡ് ഈ ഗുഹയെ രേഖകളിൽ ഉൾപ്പെടുത്തി സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ആളുകൾ അവിടേക്ക് പോകുന്നത് വളരെ വിരളമായിരുന്നു. എന്തിനേറെ പറയണം, ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ പോലും അവിടേക്ക് പോകാൻ ഭയന്നിരുന്നു. അവരാണ് ഡെവിൾസ് കിച്ചൺ എന്ന് ഈ ഗുഹയെ ആദ്യമായി വിളിച്ചത്. 1980കളുടെ അവസാനം വരെ ഗുണ കേവ് കൊടൈക്കനാലിലെ ഉപയോഗശൂന്യമായ പ്രദേശം പോലെ തന്നെ കിടന്നു. എന്നാൽ 1991 കമലഹാസൻ നായകനായ ഗുണ എന്ന തമിഴ് ചിത്രം ഗുഹയിൽ ചിത്രീകരിച്ചതോടെ ഡെവിൾസ് കിച്ചൺ ഇന്ത്യ മുഴുവൻ ശ്രദ്ധയാകർഷിച്ചു. സിനിമ ഹിറ്റായതോടെ സായിപ്പ് പേരിട്ട ഡെവിൾസ് കിച്ചൺ ഗുണ കേവായി മാറി. ഗുണ കേവിനുള്ളിൽ ചിത്രീകരിച്ച കൺമണി അൻപോട് എന്ന ഗാനം ശ്രദ്ധ നേടിയപ്പോൾ ആ സ്ഥലം കാണാൻ സഞ്ചാരികൾ അവിടേക്ക് ഓടിയെത്തി. വർഷങ്ങളോളം പേടികൊണ്ട് ആരും തിരിഞ്ഞുപോലും നോക്കാതിരുന്ന പിശാചിന്റെ അടുക്കള തമിഴ്നാടിന്റെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായി മാറി. എന്നാൽ ഗുണ കേവ് കാണാൻ വരുന്ന പലരും അതിന്റെ അഗാധങ്ങളിലേക്ക് നിഗൂഢമായി അപ്രത്യക്ഷമായി. ആ ഗുഹയ്ക്കുള്ളിൽ വീണവരുടെ മൃതദേഹങ്ങൾ പോലും ലഭിച്ചിരുന്നില്ല. അന്നത്തെ കാലത്ത് ആത്മഹത്യ ചെയ്യാൻ പോലും ആളുകൾ ഗുണ കേവിൽ എത്തുമായിരുന്നു. ആ ആഴത്തിനുള്ളിലിറങ്ങി മൃതദേഹങ്ങൾ എടുക്കുവാൻ പോലും ആളുകൾ ഭയന്നിരുന്നു. അറിഞ്ഞും അറിയാതെയുമുള്ള എത്രയോ മരണങ്ങൾക്ക് സാക്ഷിയായി പിന്നീട് ഗുണ കേവ്. രേഖകളിൽ ഗുണ കേവിൽ നടന്നത് 16 മരണങ്ങൾ മാത്രമാണെന്ന് പറയപ്പെടുമ്പോഴും രേഖപ്പെടുത്താത്ത കേസുകൾ എത്രയേറെ ആയിരുന്നിരിക്കണം. പിന്നീടങ്ങോട്ട് മരണസംഖ്യ ഏറിയതോടെ തമിഴ്നാട് ഗവൺമെന്റ് ഗുണ കേവ് താൽക്കാലികമായി അടച്ചിട്ടു. വർഷങ്ങൾക്ക് ശേഷം അവിടം തുറന്നപ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുവാനുള്ള സ്ഥലമൊക്കെ കമ്പിവേലി കെട്ടി അടച്ചിരുന്നു. എന്നിട്ടും ഇപ്പോഴും ആളുകൾ മറ്റു പല വഴികളിലൂടെയും ഗുണ കേവിലേക്ക് ഇറങ്ങുന്നുണ്ട്. മലയാള സിനിമയിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗുണ കേവിൽ വീണ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയ സൗഹൃദത്തിന്റെ കഥ പറയുന്ന മഞ്ഞുമേൽ ബോയ്സ്. കേരളത്തിൽ നിന്ന് ഗുണ കേവിലെത്തി 200 അടിയോളം താഴ്ചയിൽ നിന്ന് ജീവനോടെ തിരിച്ചെത്തിയ ഒരേ ഒരാളാണ് സുഭാഷ്. ആ കഥയാണ് മഞ്ഞുമേൽ ബോയ്സ് പറയുന്നത്. സുഭാഷിനെ പോലെ ഗുണ കേവിൽ വീണിട്ടുള്ള ബാക്കിയുള്ളവർ എങ്ങനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്? ഭക്ഷണവും വെള്ളവും ലഭിക്കാതാവുമോ അവരെല്ലാം മരണപ്പെട്ടത്? ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. ഗുണ കേവിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഇന്നും ആർക്കും കണ്ടെത്താനായിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.